ശ്രീ സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യണം. പഠിച്ചിട്ട് പ്രതികരിക്കണം. ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. ഇത് ജനങ്ങളുടെ, അതായത് എരുതിയിൽ എണ്ണ ഊരി ഒഴിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള വർത്തമാനം പറയുന്നത്. അതിനോടൊപ്പം നിൽക്കണം. ഇവിടുത്തെ ആളുകളോടൊപ്പം നിൽക്കണം. അദ്ദേഹം മലയാളിയാണെന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയണം. അത് കഴിഞ്ഞാണ് അദ്ദേഹം എം പി ആവുന്നത് എന്ന് കരുതിയാൽ മതി. ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, അതുപോലെ ഒരു കലാകാരനായിരുന്നു. ഇപ്പം എം പി ആയിപ്പോയി. അത് ആയി കഴിഞ്ഞ് ഇപ്പം മന്ത്രിയായി. ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് രൂപവും ഭാവവും മാറുന്ന ആ ശീലം ഉണ്ടല്ലോ, അത് നല്ലതല്ല. ശ്രീ സുരേഷ് ഗോപി, നിങ്ങൾക്ക് തിരിച്ചടിക്കും. കാരണം ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ രീതിയിൽ ഇത് പറയുന്നത്. ഇതിനോടൊപ്പം നിൽക്കുക. സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വേണ്ട സഹായം ഈ നാടിന് വാങ്ങി കൊടുക്കുക. അത് ആര് ഭരിക്കുന്നോ ആവട്ടെ, മനുഷ്യരുടെ കാര്യമാണ്. എനിക്ക് തോന്നുന്നു 400-ൽ പരമൊക്കെ കവിഞ്ഞു പോകും മരണസംഖ്യ. ആ രീതി ആകും. കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുന്നുള്ളൂ. പക്ഷേ യാഥാർത്ഥ്യത്തോട് നമ്മൾ പൊരുത്തപ്പെട്ടിട്ട് പോകണം. അങ്ങനെ പോകുമ്പോൾ ഇത്രത്തോളം ആളുകൾ മരണപ്പെടുമ്പോൾ, ഇല്ലാതാവുമ്പോൾ, അത്രയും കുടുംബങ്ങൾ നാമാവിശേഷമായി കഴിയുമ്പോൾ അവരെ സഹായിക്കുന്നതിന് പകരം ഇതുപോലെ സമയമായിട്ടില്ല എന്ന് പറയുന്നതല്ല വേണ്ടത്. ആദ്യം തിരിച്ചറിയുക. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമാനതകളില്ലാത്ത ഒരു ദുരന്തം അതാണ് വയനാട് സംഭവിച്ചത്. നമ്മൾ കണ്ടത് അവിടെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ ഇല്ലാതായി. അതാണ് ഒരു പ്രദേശം ഇല്ലാതാകുകയാണ്. പ്രകൃതിയുടെ ഒരു വലിയ ഒരു വികൃതി എന്ന് നമുക്ക് പറയാം. അതുപോലുള്ള ഒരു ദുരന്തം ഒരു നാച്ചുറൽ കലാമിറ്റിയാണ്. പക്ഷെ അതിനെ മാൻമെയ്ഡ് കലാമിറ്റി എന്നൊക്കെ ആളുകൾ പറയുന്നു. നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊന്നും നടപ്പാക്കാനോ അതിനു വേണ്ടി പ്രവർത്തിക്കാനോ ഒന്നുമുള്ള ഒരു നടപടിയൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കീറി പറിച്ച് കത്തിച്ച് കളഞ്ഞ ആളുകൾ ഇപ്പം എവിടെ പോയി എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കും. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നും അതിനെക്കുറിച്ച് പഠിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്നും പറഞ്ഞുപോയ ഒരാളാണ് നമ്മുടെ യശസ്വരീനായ ശ്രീ PT തോമസ്. അദ്ദേഹത്തിന് അന്ന് പ്രതീകാത്മകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശവഘോഷയാത്ര നടത്തിയ ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. പശ്ചിമഘട്ടത്തിന് ബലപ്പെടുത്തണമെന്നും അതിനെ ദുർബലപ്പെടുത്തരുതെന്നുമുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അതിനെ ഏതാണ്ട് ഒരു വിസ്മൃതിയിലേക്ക് അതായപ്പോഴാണ് ഇപ്പോൾ ഇതേപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഗാഡ്ഗിൽ കൊണ്ടുവരും. ഇതാണ് കാര്യം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാം, ഇതിന് സർക്കാർ നടപടിയൊന്നും എടുക്കത്തില്ല ഒരിക്കലും. കാരണം അവിടെ തോന്നിവാസം പോലെ പാറ പൊട്ടിക്കുക, ഖനനം നടത്തുക, പാറ പൊട്ടിക്കുക, ഇഷ്ടമുള്ളിടത്ത് റിസോർട്ടുകൾ പണിയുക, ആളുകൾ അവിടെ കൊണ്ടുവന്ന് ആളുകൾ കെട്ടിടം പണിയാനും അതിനും ഇതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കുക, മണ്ണിളക്കി നാശമാക്കുക, പ്രകൃതിയെ ഒരുമാതിരി വികൃതമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കും. അപ്പോൾ ഇത് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. ഇത് ഗവൺമെന്റ് അറിയാൻ വയ്യാതൊന്നുമല്ല, ഇത് ചെയ്യത്തില്ല. പിന്നെ ഇപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് ഓരോ കാലം വരുമ്പോഴും നമ്മൾ പണ്ട് തവളപ്പാറ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ഇത് എന്ന് പറയുന്നത് പോലെ ഓരോ വർഷവും ഇതുപോലെ മഴക്കാലമുണ്ടല്ലോ, മൺസൂൺ അങ്ങോട്ട് കഴിയുമ്പോൾ ആ മൺസൂൺ അങ്ങോട്ട് കടുക്കുമ്പോൾ ഏതാണ്ട് ഒരു ആഘോഷം പോലെ മാറിയേക്കിത് കാണാം. വർഷം തോറുമുള്ള ഒരു ആഘോഷം. അവിടെ ഉരുള് പൊട്ടുന്നു, പാവങ്ങൾ കുറേ പേര് മരിക്കുന്നു, അവർ അതിനു വേണ്ടി ഉണ്ടാവുന്നു, അതിനുവേണ്ടി പണപ്പിരിവ് നടത്തുന്നു, ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ പണം ഒക്കെ വാങ്ങിയെടുക്കുന്നു. ഇതൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. കുറച്ചൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കാറുണ്ട്. ഈ ദുരന്തം എന്ന് പറയുമ്പോൾ ഇതാരും യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു ദുരന്തമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിവിടെ താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആളുകൾ കയറി കുന്നുംപുറത്തൊക്കെ കയറി വീട് വെക്കും. ഇങ്ങനെയുള്ള സ്ഥലമല്ലാതെ വേറെ എവിടെ വീട് വെക്കാൻ പാവങ്ങൾക്കൊക്കെ പറ്റുന്നത്? ഈ മരിക്കുന്നതെല്ലാം കൂടുതലും പാവങ്ങളും സാധാരണക്കാരുമാണെന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആദ്യം ഞാനിത് ഇത് സംസാരിച്ചപ്പോൾ, ഇതുണ്ടായ സംഭവം ഉണ്ടായതിൻ്റെ അന്ന് സംസാരിച്ചപ്പോൾ 43 മരണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്നലെ 270 ക്രോസ് ചെയ്ത് പോയി. ഇന്നിപ്പം 300 കടന്നു കാണും. ഇന്ന് ഞാനിപ്പോൾ രാവിലെ നോക്കിയില്ല. സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ പോകും. ഇനിയും ഏതാണ്ട് 200 ശിഷ്ടം ആളുകളെ കാണാനുണ്ട്. ഈ കാണാനുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരിപ്പോൾ മിക്കവാറുമൊക്കെ വെളിയിൽ വന്നേനെ. അവിടെ എവിടെയെങ്കിലും പോയി താമസിക്കുകയാണെങ്കിൽ അവരുടെ പേരുമൊക്കെ പരസ്യപ്പെടുത്തിയതാണ്. അവർ വന്നേനെ, ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നേനെ. പക്ഷേ പാവങ്ങളും മണ്ണിലടിയിലായിരിക്കും പലപ്പോഴും. ഇനി അത് നോക്കിയെടുക്കണം. മിലിറ്ററിയുടെ സേവനം അവിടെ ഉണ്ടായെന്ന് പറയുന്നത്, ആ പാലം നിർമ്മിച്ച റെക്കോർഡ് ടൈമിൽ 2 ദിവസം കൊണ്ട് ഒരു പാലം അവർ ആ ബെയിലി പാലം പൂർത്തിയാക്കിയെടുത്തതാണ്. ഇനി അവിടേക്ക് തെരച്ചിൽ സാമഗ്രികളൊക്കെ കൊണ്ടുപോകാൻ പറ്റും, യന്ത്ര സാമഗ്രികൾ. ആ രീതിയിലാവാം. ആൾക്ക് പോലും അതിലേ യാത്ര ചെയ്യാൻ പറ്റും. ഇത് പാർലമെന്റിൽ ഇതിനെ സംബന്ധിച്ച് ഉന്നയിച്ചപ്പോൾ, ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? അതായത്
നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം ഉച്ചത്തിൽ ഘോഷിക്കുന്നത് കേട്ടു, കൊട്ടിഘോഷിക്കുന്നത് കേട്ടു. ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചിരുന്നതാണ്, അതിന് ഒരു നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഈ സംഭവിച്ചതെന്ന്. ഇങ്ങനൊരു മരണം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഇത്രയും മരണങ്ങൾ ഉണ്ടാകുമ്പോൾ പറയാൻ കൊള്ളാവുന്ന വാചകമാണ് അത് ആഭ്യന്തരമന്ത്രിക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്തിന്റെ വലിയൊരു ചുമതലപ്പെട്ട ഒരാളല്ലേ അത്. അദ്ദേഹം ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഈ രീതിയിലാണോ കാണേണ്ടത്? സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു? ശ്രീ പിണറായി വിജയനെ ഒരുപാട് കാര്യത്തിന് കുറ്റപ്പെടുത്താറുണ്ട്, ഇല്ലെന്നില്ല. കുറ്റപ്പെടുത്തേണ്ട സമയങ്ങളിലും ആരോപണങ്ങൾ ഉണ്ടാവുമ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഇതിൽ ശ്രീ പിണറായി വിജയൻ എന്ത് ചെയ്തതാണ്? അവിടെ മല പൊട്ടി വരുമ്പോൾ അദ്ദേഹം പോയി തടഞ്ഞു നിർത്താൻ പറ്റുമായിരുന്നു? ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. ആകെ ചെയ്യാവുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഇതിന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ മുന്നറിയിപ്പ് അനുസരിച്ച് ഉള്ള നടപടികൾ എടുക്കണം. എന്തായിരുന്നു മുന്നറിയിപ്പ്? അന്ന് ഈ സംഭവം ഉണ്ടാകുന്ന 30-ന് മുമ്പ് ഉള്ള മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഓറഞ്ച് അലർട്ട് മാത്രമായിരുന്നു. അത് സാധാരണ എല്ലായിടവും ഉണ്ടാവുന്നതാണ്, വളരെ മൈൽഡായിട്ടുള്ള ഒരു കാര്യമാണ്. മഴ ഉണ്ടാവും, ശരിയാണ്. അല്ലാതെ ഇങ്ങനെ ഒരു കലാമിറ്റി ഉണ്ടാവുന്നു എന്നുള്ളത്, അതിനെക്കുറിച്ചോ കലാമിറ്റി ഉണ്ടാവാൻ പോകുന്നെന്നുള്ളതോ, അല്ലെങ്കിൽ അവിടെ റെഡ് അലർട്ട് ആണെന്നോ കേന്ദ്ര ഗവൺമെന്റ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് പറഞ്ഞിട്ടില്ല. അത് ഓറഞ്ച് അലർട്ട് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അത്രത്തോളം കള്ളം പറയാൻ അദ്ദേഹം എന്തിനു ശ്രമിക്കുന്നു? എന്ത് ചെയ്യണമായിരുന്നു? ഈ ഓറഞ്ച് അലർട്ട് രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാവും. അവിടെ നിന്നെല്ലാം ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ പറ്റുമോ? എവിടെ കൊണ്ട് താമസിപ്പിക്കും? ആൾപ്പാർപ്പ് അവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നിർദ്ദേശം കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാതിരുന്നിട്ട് സംസ്ഥാന ഗവൺമെന്റ് CPM ഭരിക്കുന്നത് കാരണം എല്ലാം കുറ്റം അവർ കാണിക്കുന്നതല്ല. എന്ത് ചെയ്തെന്നാണ്? ഇതാരും ഒന്നും ചെയ്തതല്ല. പിന്നെ ഇതൊരു മാൻമെയ്ഡ് കലാമിറ്റി എന്ന് നമുക്ക് പറയാവുന്നത്, അത് സർക്കാരിൻ്റെ ഉണ്ട്, അതിനകത്ത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് അവിടെ പാറ ഖനനത്തിനുള്ള ഒരു ശകലം പോലും ഒരു അനുവാദം കൊടുക്കാൻ പാടില്ല, കൊടുക്കരുത്. കാരണം പശ്ചിമഘട്ടം ഒരു ദുർബലമായ ഒരു പ്രദേശമാണ്. കാലാവസ്ഥ വ്യതിയാനം എന്തുണ്ടായാൽ പോലും അവിടെ ബാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ അത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ ഗവൺമെന്റ് എന്നല്ല, ഒരു ഗവൺമെന്റ് നോക്കിയിട്ടില്ല. അതിനും ശ്രീ പിണറായി വിജയനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മറ്റു മുൻ ഗവൺമെന്റുകളും ഇതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പോയവരെ ശവഘോഷയാത്ര നടത്തിയ ആളുകളുള്ള നാടാണ് നമ്മുടേത്. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. മരണം വരും ഒരു നാൾ എന്നുള്ള പാട്ടും പാടി കുറെ ആളുകൾ ഇറങ്ങി നടന്നത്. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരൊക്കെ ഇപ്പോൾ ഓടി ഒളിച്ചേക്കല്ലേ, മാളത്തിനകത്താണ് ഇപ്പോൾ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കലാമിറ്റി വരുമ്പോൾ ഇതല്ല പറയേണ്ടത്. അതിന് കേരളത്തിനോടൊപ്പം നിൽക്കണം. അതിന് ഇവിടുന്ന് പോയ ഒരു MP ആണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മണ്ഡലം അല്ലാത്തതുകൊണ്ടായിരിക്കും. ഇനി അതിനകത്ത് സമയമായിട്ടില്ലെന്ന് സമയമാവും ഉള്ളത് അദ്ദേഹം ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടില്ല. സമയമായിട്ടില്ലെന്ന് സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൈയച്ചുള്ള സഹായം നടത്തണം. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുക്കാൻ അറിയാമായിരുന്നല്ലോ, ഊന്നുവടികളെ സംരക്ഷിക്കാൻ. അപ്പോൾ ഇതേപോലെ ഇത്രയും വലിയൊരു കലാമിറ്റി ഉണ്ടായ, പ്രകൃതി ദുരന്തമുണ്ടായ, അത് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വയനാടിനെ സഹായിക്കാൻ എന്താ മുന്നോട്ട് വരാത്തത്? വയനാടിന്റെ MP എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ആയിപ്പോയതുകൊണ്ടായിരിക്കാം. അതാ കാര്യം. രാഹുൽ ഗാന്ധി ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. പോയി പഠിച്ചിട്ട് വരാനൊക്കെ നമ്മുടെ ബഹുമാനീയനായ MP പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു. അദ്ദേഹം ആദ്യം പഠിക്കട്ടെ എന്താണെന്ന്, ജനങ്ങളെ സേവിക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കട്ടെ. അത് തൃശ്ശൂർ അല്ലാത്തത് കൊണ്ടായിരിക്കാം, ആ മണ്ഡലത്തിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ രീതിയിൽ ഉള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തുന്നത്. ഇത് പഠിച്ചിട്ട് ശ്രീ സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യണം, പഠിച്ചിട്ട് പ്രതികരിക്കണം. ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. ഇത് ജനങ്ങളുടെ, അതായത് എരുതിയിൽ എണ്ണ ഊരി ഒഴിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള വർത്തമാനം പറയുന്നത്. അതിനോടൊപ്പം നിൽക്കണം, ഇവിടുത്തെ ആളുകളോടൊപ്പം നിൽക്കണം. അദ്ദേഹം മലയാളിയാണെന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയണം. അത് കഴിഞ്ഞാണ് അദ്ദേഹം MP ആവുന്നത് എന്ന് കരുതിയാൽ മതി. ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, അതുപോലെ ഒരു കലാകാരനായിരുന്നു. ഇപ്പം MP ആയിപ്പോയി. അതായി കഴിഞ്ഞ് ഇപ്പം മന്ത്രിയായി. കഴിഞ്ഞപ്പോഴത്തേക്ക് രൂപവും ഭാവവും മാറുന്ന ആ ശീലം ഉണ്ടല്ലോ, അത് നല്ലതല്ല. ശ്രീ സുരേഷ് ഗോപി, നിങ്ങൾക്ക് ഇത് തിരിച്ചടിക്കും. കാരണം ഇത് വലിയ പ്രശ്നമാണ്, ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ രീതിയിൽ ഇത് പറയുന്നത്. ഇതിനോടൊപ്പം നിൽക്കുക. സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വേണ്ട സഹായം ഈ നാടിന് വാങ്ങി കൊടുക്കുക. അത് ആര് ഭരിക്കുന്നോ ആവട്ടെ, മനുഷ്യരുടെ കാര്യമാണ്. എനിക്ക് തോന്നുന്നു 400-ൽ പരമൊക്കെ കവിഞ്ഞു പോകും മരണസംഖ്യ. ആ രീതി ആകും. കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുന്നുള്ളൂ. പക്ഷേ യാഥാർത്ഥ്യത്തോട് നമ്മൾ പൊരുത്തപ്പെട്ടിട്ട് പോകണം. അങ്ങനെ പോകുമ്പോൾ ഇത്രത്തോളം ആളുകൾ മരണപ്പെടുമ്പോൾ, ഇല്ലാതാവുമ്പോൾ, അത്രയും കുടുംബങ്ങൾ നാമാവിശേഷമായി കഴിയുമ്പോൾ അവരെ സഹായിക്കുന്നതിന് പകരം ഇതുപോലെ സമയമായിട്ടില്ല,
സമയമായിട്ടില്ല എന്ന് പറയുന്നതല്ല വേണ്ടത്. ആദ്യം തിരിച്ചറിയുക.